ഫ്രണ്ട്സ്, സച്ചിൻ്റെ ഏവരും ഇന്നത്തെ വിശേഷങ്ങൾക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർപ്പിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയെ നല്ല രീതിയിൽ ചീത്ത പറഞ്ഞിട്ട് നിൽക്കുവാണ് നമ്മുടെ സുധി. അപ്പം അതിൻ്റെ ഒരു ചർച്ച നടക്കുകയാണ് മറ്റേ സിറ്റിംഗ് റൂമിൽ. പറഞ്ഞുകൊണ്ട് എന്തിനാ എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നത് എന്നുള്ള ഇത് സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, എടാ സുധി നീ കാണിച്ച് മോശമായിപ്പോയി എന്നുള്ള രീതി. അതായത് സച്ചി കിടന്ന് ഒരു കുഞ്ഞണം കുത്തുന്ന രീതിയിൽ പറയുന്നുണ്ട്. നല്ല രീതിയിൽ പറഞ്ഞ രേവതി അവിടെ നിന്ന് കിഴക്കുന്നുണ്ട് ഇടയ്ക്ക്. സച്ചിയുടെ ഉണ്ടാ നിൽക്കുന്നുണ്ട്. അവിടെ എന്നിട്ട് സച്ചി പോയി രവീന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛാ എന്താണെങ്കിലും ഈ സുധി കാണിച്ചതുകൊണ്ട് സുധിക്ക് ഒരു അവാർഡ് കൊടുക്കണം. എന്താ അവാർഡല്ല, ശിക്ഷ കൊടുക്കണം. അമ്മേനെ ചീത്ത പറഞ്ഞുകൊണ്ട്, അമ്മേനെ വഴക്ക് പറഞ്ഞുകൊണ്ട്, അമ്മയോട് വഴക്കൊട്ടതുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്ന് പറയാണ്. എന്നിട്ട് അമ്മയോട് പോയി പറയണം, അമ്മേ ഇവനോട് ക്ഷമിക്കരുത് അമ്മേ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പറയാം, എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവനെ അങ്ങനെ ആദ്യമായിട്ടൊന്നല്ലല്ലോ, ആദ്യമായിട്ടല്ല, ഇപ്പോൾ ആദ്യമായിട്ടല്ല ചെയ്ത്, രവീന്ദ്രൻ വന്ന് ആദ്യമായിട്ട് ചെയ്തില്ലേ, അത് വിട്ടുകളാ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പോവാണ്. അപ്പോഴത്തേക്ക് സച്ചി പറയുന്നുണ്ട്, അമ്മേ ഇതൊക്കെ ആദ്യമായിട്ടല്ലേ, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ശീലമായിക്കോളൂ, ശീലമാകുമ്പോഴത്തേക്ക് എല്ലാം നേരെയാകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിടുവാണ്. ഉടനെ സച്ചി അത് കഴിഞ്ഞ് എല്ലാവരും പോയി കഴിയുമ്പോഴത്തേക്ക് ചന്ദ്രമതി സ്വയം ചോദിക്കണം, ഞാൻ ആ ഏലസ് കെട്ടിക്കൊടുത്തത് നല്ലതിന് വേണ്ടിയായിരുന്നല്ലോ, നല്ല സംഭവത്തിന് വേണ്ടിയായിരുന്നല്ലോ, അതായത് അവൻ ശ്രുതിയും നമ്മൾ പിരിയുന്നു വേണ്ടിയായിരുന്നല്ലോ, പക്ഷെ ഇപ്പോൾ ഇതെന്താ പറ്റി എന്നിങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ്. ആകെ ടെൻഷൻ. എൻ്റെ മോൻ എന്നോട് എതിർത്തിട്ടില്ലായിരുന്നു, ഇത്ര നാൾ കളിയാക്കത്തില്ലായിരുന്നു, ഇപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് കളിയാക്കുന്ന, എന്നെ വഴക്ക് പറഞ്ഞ് ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീൻ കാണിക്കുന്ന പറയുമ്പോഴത്തേക്ക് അകത്ത് രേവതി ഇങ്ങനെ തുണി മടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓടി ഇവൻ അതത് എന്തെങ്കിലും പണി ഒപ്പിക്കണം എന്നുള്ള രീതിയിൽ തന്നെ സച്ചി നേരെ ചെന്നിട്ട് ബാക്കി നട്ട് പേടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് രേവതി സച്ചിയായിട്ട് എന്താ കാണിക്കുന്നത്, സച്ചിയായിട്ട് എങ്ങനെയൊക്കെ തന്നെയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സച്ചിനെ തലയാണ് എടുത്തിട്ട് അടിക്കും. കുറേ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് സച്ചി ഓടുന്നു. സച്ചിയുടെ പുറകെ ഓടിപ്പോയിട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പിന്നെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ, അതെ അച്ഛാ, ഇത് സച്ചിയായിട്ട് ചുമ്മാ കൊച്ചു പിള്ളേരെ പോലെ ബാക്കിൽ നിന്ന് തന്നെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക, ഞാൻ എന്നാ ചെയ്യാനാ എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, നിന്നെ പേടിപ്പിക്കണം, അങ്ങനെയാണ് നീ കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അപ്പം ശരിയെന്ന് പറഞ്ഞ് നേരെ ഈ തലയാണ് ഇങ്ങനെ ചുരുട്ടി മടക്കി എടുത്തിട്ട് എറിയുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് സച്ചി കുനിഞ്ഞു കൊടുക്കും. കറക്റ്റ് കൊള്ളുന്നത് ഒരു ചന്ദ്രമയുടെ മോന്തയ്ക്കാണ്. അപ്പം മോത്ത കൊള്ളുമ്പോഴത്തേക്ക് പിടിക്കുകയും ചെയ്യുവാണ്. പിടിച്ചിട്ട്, എടി നീ എന്തിനു കാണിക്കുന്ന, നീ എന്നെ കൊല്ലാൻ നോക്കുകയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നത്, തലേണ കൊണ്ട് ആരും ഇപ്പം തലേണ ഏറുകൊണ്ട് ആരും ചത്തതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല, ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ വേണമെന്ന് പറഞ്ഞ് കരുതിക്കുട്ടി ചെയ്യുന്ന അതായെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അമ്മ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, നിന്നെ കുറേ ആളായി നിൻ്റെ കുന്തളി പുടങ്ങിയിട്ടുണ്ട്, നിന്നെ വെച്ചിട്ടുണ്ട് അതെന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്രമതി അവൾ അങ്ങനെ ചെയ്തല്ല, കാരണം ഞാൻ കണ്ടതാണ്, ഞാൻ നിൽക്കുമ്പോഴാണ് അവൾ അങ്ങനെ ചെയ്യുന്നത്, അത് അവനെ സച്ചിനെ എറിഞ്ഞതാ എന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട്. ഉടനെ അപ്പം സുധി അങ്ങോട്ട് വരുന്നുണ്ട്. സുധി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്നെ അവിടെ വിഷയം ഇങ്ങനെ എറിഞ്ഞതാ എന്ന് പറയുമ്പോഴത്തേക്കും, അതൊന്നും വലിയ കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക്, അത് കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ ചന്ദ്രമതി ഈ തലേനെ എടുത്തിട്ട് രേവതിയുടെ മേലെ എറിയുന്നുണ്ട്. രേവതിയുടെ മേലെ എറിയുമ്പോഴത്തേക്ക് ഈ രേവതി പിന്നെ മാറി കൊടുക്കുമ്പോൾ അത് സുധിയുടെ ദേഹത്താണ്. അമ്മ എന്നെ കൊല്ലാൻ നോക്കണോ എന്നുള്ള രീതി ചോദിക്കുമ്പോഴത്തേക്ക് ഇല്ല എടാ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, അതുകൊണ്ട് അവക്കിട്ട് എറിഞ്ഞാന്നുള്ള രീതി പറയണം. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞ, ഇനി അമ്മയും മാറി നമ്മുടെ വഴക്കൊന്നും വേണ്ട, നിങ്ങൾ പോ എന്നുള്ള രീതി പറഞ്ഞു. അപ്പോൾ എല്ലാവരും അങ്ങനെ സച്ചിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, തലയണയൊക്കെ എറിയുകൊണ്ട് മൂക്കിൻ്റെ പൊള്ളുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും അത് സംസാരിക്കാൻ പറ്റാതെ കൊഞ്ഞ പോലെ സംസാരിക്കും എന്നുള്ള ഇതിലൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് കയറിപ്പോകുന്നുണ്ട്, എന്താ മൂക്കിന് വല്ലതും പറ്റിയോ എന്നുള്ള ഇതൊക്കെ ചോദിച്ചിട്ട് സച്ചി കയറിപ്പോകുന്നുണ്ട്. അടുത്ത സീൻ കാണിക്കുന്ന വർഷ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം അവരങ്ങോട്ട് വരും, അതായത് ശ്രീകാന്ത് അങ്ങോട്ട് വരും. ശ്രീകാന്തിനെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ നല്ല തറപ്പിച്ച് നോക്കുമ്പോഴത്തേക്ക് ശ്രീകാന്ത് പേടിച്ച് ഓടുകയാണ്. എന്നിട്ട് ഇന്നെങ്ങനെ അബോർഷൻ ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് നേരെ ഒരു ഐഡിയ ഉണ്ട്, ഇതിനിപ്പം പോയി പപ്പായ ജ്യൂസ് കുടിക്കണം നല്ലതെന്ന് പറഞ്ഞു. അപ്പം പപ്പായ ജ്യൂസ് കുടിക്കാൻ വേണ്ടി നേരെ അടുക്കളയിൽ ചെന്ന് പപ്പായ എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് പച്ചക്കറി പാത്രത്തിൻ്റെ അത് പപ്പായ കാണത്തില്ല. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ അത് കാണുന്നു. ഫ്രിഡ്ജിൻ്റെ അത് എടുക്കാൻ പോകുന്നു. ഫ്രിഡ്ജിൻ്റെ അത് എടുത്തിട്ട് തിരിച്ച് വന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് രേവതി വരും. രേവതി ചോദിക്കും, എന്ന് അല്ല ചേച്ചി എനിക്കിത് പപ്പായ ജ്യൂസ് കുടിക്കാം, ഞാൻ ചെയ്തുതരാം, ഇല്ലാണ്ട് ഞാൻ ചെയ്യണം, ഇല്ല ഞാൻ ചെയ്തുതരാം, മാറുമ്പോളെന്ന് പറഞ്ഞ് മാറ്റി പപ്പായ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്ത് അരിഞ്ഞ് കൊടുത്ത് എല്ലാം അടിച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് രേവതി അങ്ങോട്ട് മാറിപ്പോവാണ്. ഉടനെ ഇപ്പം എന്താണെങ്കിലും കുടിച്ചാൽ ദൈവമേ ഇത് ശരിയാക്കണേ, അല്ല അബോട്ട് ആവണേ എന്നുള്ള രീതിയിൽ ഇത് എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് പോകുന്ന സമയം നോക്കി ഈ
അല്ല അത് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം നോക്കി ചന്ദ്രമതി വന്നു. ചന്ദ്രമതി ഒന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവളെന്നാ അടുക്കളയിൽ നിന്ന് ചെയ്യേണ്ട കാര്യം പൂജാമുറി പൂജാമുറി ചെയ്യേണ്ടത് അടുക്കള ചെയ്യേണ്ട കാര്യം പൂജാമുറി ചെയ്യും. അങ്ങനെയാണല്ലോ പ്രാർത്ഥിക്കുന്നത്, ഇവിടെ നിന്നാണ് പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ചന്ദ്രമതി ആ ജ്യൂസ് പൂക്കാരി ഞങ്ങൾക്ക് എല്ലാവരും ചൂടുവെള്ളം തരുക, സ്വന്തം ഭർത്താവിന് ജ്യൂസ് കൊടുക്കണം, അത് അങ്ങനെ ശരിയാകത്തില്ലെന്ന് പറഞ്ഞ് ജ്യൂസ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇന്ന് കുടിക്കുകയാണ്. അപ്പം ജ്യൂസ് കുടിക്കാൻ വേണ്ടി പ്രാർത്ഥന കഴിഞ്ഞിട്ട് കണ്ണ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ജ്യൂസ് കാണുന്നില്ല. ഇതെവിടെ പോയി ജ്യൂസ് എന്നുള്ള രീതിയിൽ ദേഷ്യപ്പെട്ട് പുറത്ത് വരുമ്പോഴത്തേക്ക് ദേണ്ട ഇവൾ കുടിച്ചുകൊണ്ടിരിക്കുക. അത് ചന്ദ്രമതി കുടിച്ചുകൊണ്ടിരിക്കുക. വർഷയ്ക്കാണ് ദേഷ്യം കൊണ്ട് വരുന്നത്. വർഷ ഓടി വന്നിട്ട് പറയും, ആൻറ്റി എന്താ കാണിക്കുക, ആൻറ്റി കാണിക്കുന്നത് എന്താ കാണിക്കുന്നത്, എൻ്റെ ജ്യൂസാണ് അത് നിൻ്റെ ജ്യൂസ് നിൻ്റെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞത്, ഒന്ന് കട്ടെടുക്കുന്നോ എന്ന് പറഞ്ഞു. കട്ടെടുക്കുന്നു നീ എന്തിടി എന്നെ കള്ളിന്നൊക്കെ വിളിക്കുന്ന രീതി പറഞ്ഞു. അല്ല പിന്നെ കട്ടെടുക്കുന്നതിന് എന്നെ ചെയ്യാൻ എന്നെ വിളിക്കേണ്ട അതെന്ന് ഉറപ്പ് എല്ലാവരും കൂടും അത് എന്താ എന്നെ വിഷയം എന്ന് പറയാം. അല്ല എൻ്റെ ജ്യൂസ് എടുത്ത് കുടിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ കണ്ടൊന്നുമില്ല ഇവരുടെ ജ്യൂസ് അന്ന് ഇവർക്ക് പറയത്തില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ ആൻറ്റിക്ക് ചോദിക്കത്തില്ലായിരുന്നു എന്നുള്ളത് ചോദിച്ചാൽ അങ്ങനെ ശ്രീകാന്ത് വരും. അല്ല ശ്രീകാന്ത് ചെയ്യും, എടി എന്താ ഇവിടെ വിഷയം, നീ മിണ്ടിപ്പോരുത് എന്നുള്ള രീതിയിൽ വന്ന് വർഷ അവന് താക്കീത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ശ്രീകാന്തും അല്ല സച്ചിൻ രേവതിയും എല്ലാം കൂടി ചേർന്ന് അത് വിഷയമില്ല വേറൊരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുക അതേന്നുള്ള രീതിയിൽ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് രേവതി വിളിച്ചുകൊണ്ട് പോവാണ്, വർഷം നിനക്ക് ഞാൻ വേറെ ജ്യൂസ് ഉണ്ടാക്കി തരാം എന്നിട്ട് പറഞ്ഞിട്ട് വർഷം വിളിച്ചുകൊണ്ട് വർഷം അങ്ങോട്ട് മാറിപ്പോകണം. എന്ന് പറയാം അമ്മ അത് കാര്യമാക്കണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം അല്ലെങ്കിൽ ആരാടി കാര്യമാക്കുന്നത്, നീ പറഞ്ഞിട്ട് വേണം ഞാനത് കാര്യമാക്കി എടുക്കാൻ എന്നുള്ള ഇത് പറഞ്ഞ് വർഷനെ അല്ല രേവതിനെ ചാടിക്കുവാണ് ഈ ചന്ദ്രമതി. എന്നിട്ട് എല്ലാവരും പിരിഞ്ഞ് പോവാണ്. എന്നിട്ട് അതിന് അടുത്ത സീൻ കാണിക്കുന്ന പറയുമ്പോഴത്തേക്ക് റൂമിൽ ചെല്ലുമ്പോഴത്തേക്ക് ശ്രീകാന്താണ് അവിടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ശ്രീകാന്ത് അങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്ക് വർഷം കാണുമ്പോൾ പെട്ടെന്ന് കട്ടിലേക്ക് കയറി കിടന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവളങ്ങോട്ട് ചെന്നിട്ട് ശ്രീകാന്തേ എഴുന്നേറ്റേ എന്താ അല്ല എഴുന്നേക്കില്ല, കുറേ നേരം എഴുന്നേൽക്കുന്നില്ല, അത് ഇപ്പം തന്നെ വീണിട്ട് നീ എന്നെ കണ്ടിട്ട് നീ ഇപ്പം ഉറക്കത്തിൽ വീണിട്ട് ഇപ്പം തന്നെ ഉറങ്ങത്തൊന്നുമില്ല, നീ എന്തൊരു കള്ളത്തരം കാണിക്കുന്നത്, എഴുന്നേക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ വഴക്ക് പറഞ്ഞു. എന്നിട്ട് എന്താ നിൻ്റെ വിഷയം എന്നാന്ന് വെച്ചാൽ എൻ്റെ വിഷയം നീ തന്നെയാണ് ആ വിഷയം, നീ കാണിച്ച മഹാഭാവമാണെന്നൊക്കെ പറഞ്ഞ് കൊങ്ങയൊക്കെ കയറി പിടിച്ചോണ്ടിരിക്കുക. ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ച മഹാഭാവം എന്നെ കാണിച്ചെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങിയിട്ട് മാറി നിൽക്കുകയാണ്. നീ കാരണമുണ്ട എന്താ എനിക്ക് മനസ്സിലാകുന്നത്, നിനക്കൊരു വട്ടാണ്, എനിക്ക് വട്ട് തന്നെയാടാ എന്നുള്ള രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കടക്കാണ്. അതിന് അടുത്ത സീൻ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അതെന്താ വർക്ക് ചെയ്യാത്തത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മീര അങ്ങോട്ട് മീര എന്നെ അടി നിനക്ക് ടെൻഷൻ അടിച്ചിരിക്കുക, അല്ല ഞാൻ കെട്ടിക്കൊണ്ട ഏലസ് അത് വർക്കാകുന്നില്ല, അതെന്നെ പറ്റി എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അത് മനസ്സിലാകും, നീ ഒരു കാര്യം ചെയ്യ്, നീ കൊടുത്ത ഏലസ് വർക്കാകത്തില്ല, അത് ചിലപ്പം വല്ല കള്ളസാമിയാർ തന്നായിരിക്കും. ഇല്ല ഞാൻ പ്രത്യേകം പറഞ്ഞു കൊടുത്താ എന്നൊക്കെ ഇന്ന പോലെ മറ്റേ ആദ്യം കൊടുത്ത ഏലസിനെ കവറപ്പ് ചെയ്തുള്ള ഒരു ഏലസ് വേണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്താന്ന് പറയാം. എന്താണെങ്കിലും ശ്രുതി എന്നെ വിളിക്കേണ്ട സമയം കഴിഞ്ഞു, എന്തുകൊണ്ട് ശ്രുതി എന്നെ വിളിക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെങ്കിലും നീ ഒരു കാര്യം ചെയ്യും, അവനെ പോയി ശരിയാണ് ഞാൻ അവനെ പോയി ഇന്ന് കാണുന്നുണ്ട്, ഞാനവിടെ ഓഫീസ് റൂമിൽ അല്ലെങ്കിൽ ഓഫീസിൽ പോയി കാണുന്നുണ്ട്, ഷോറൂമിൽ പോയി കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീൻ കാണിക്കുന്ന വർഷ ഇങ്ങനെ കാട്ടിലേക്ക് കിടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും തിരിഞ്ഞിരിഞ്ഞ് കിടക്കുകയാണ് ദേഷ്യപ്പെട്ടുകൊണ്ട്. വർഷം ഇങ്ങനെ കിടന്നുകൊണ്ട് ആലോചിക്കുക എന്താ മാർഗമുള്ളത്, അടുത്തിങ്ങനെ പെട്ടെന്ന് ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ അബോട്ടാകും എന്നുള്ളൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കൊച്ചു പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡാൻസ് കളിക്കാന്നുള്ള രീതിയിൽ പറഞ്ഞ് നേരെ വന്നിട്ടൊരു ഇതെടുക്കുവാണ്, പാട്ട് വെച്ചിട്ട് ഹെഡ്സെറ്റ് പാട്ട് വെച്ചിട്ട് ഭയങ്കര ഡാൻസ് കളിക്കുന്നൊരു സീനാണ് ലാസ്റ്റ് കാണിക്കുന്നത്. ഇതെല്ലാം കൂടുതൽ ഒരു അടിപൊളി വിശേഷം എന്നുമായിട്ട് കാണാൻ പറ്റുന്നത് കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങൾ ഓരോരുത്തരെ സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.